പുളിയില്ലാത്ത ചമ്മന്തി വന്നു. അമ്മയുടെ കാലുവേദനയെ പറ്റി പലരും ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കണം. ഒരുപാട് പേര് ചോദിക്കും സ്റ്റിച്ചിങ് ചാർജ്. അത് പറഞ്ഞിട്ട് നമ്മുടെ സ്ഥലത്തല്ലേ അവര് വന്നേക്കണത്, അല്ലാണ്ട് അവരുടെ അധികാരം എന്ന് പറഞ്ഞ എങ്ങനെയാ? കൊള്ളാവോ? അതാണ് കേമനാണോ? പൂ പോലുള്ള ഇഡലി. അമ്മ ഉണ്ടാക്കണതല്ലേലും. ഓ, അമ്മയ്ക്കൊരു പൊന്തൂവലായി. പൊന്തൂവൽ ഇപ്പൊ കൊറേ ഉണ്ട്. എനിക്ക് ഇഡലിയും മീൻചാറും, അപ്പയ്ക്ക് ഇഡലിയും ചമ്മന്തിയും. എനിക്ക് പുളിയില്ലാത്ത ചമ്മന്തി വന്നു. എനിക്ക് ഇഷ്ടം സാമ്പാറായിരുന്നു. പക്ഷെ ഇന്ന് നാളുകൾ കൂടി കുഞ്ഞോളേച്ച് വന്നില്ലേ, അപ്പൊ അത് കുറച്ച് പണികളൊക്കെ ചെയ്യിക്കാനുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ വെക്കാനുള്ള മൂടില്ലേ, കാലൊക്കെ വൈകുന്നേരം ആകുമ്പോൾ പറ്റില്ല. എങ്ങനെയുണ്ട് അമ്മയുടെ കാലുവേദനയെ പറ്റി പലരും ചോദിക്കുന്നുണ്ട്. കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് ക്യൂർ ആയിട്ടില്ല. അതൊക്കെ പതുക്കെ കുറഞ്ഞു വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ഇരിക്കണം. നേരത്തെക്കാളും കുറഞ്ഞു, ഒരു പകുതി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോ കുഴമ്പിടണ്ട് കാലില്. അപ്പൊ അങ്ങനെയൊക്കെ പോണു. പിന്നെ ഓരോന്നോരോന്നും വന്നോണ്ടിരിക്കൂല. നീരുണ്ടോ കാണിച്ച്? നീരൊന്നും ഒട്ടുമില്ല. ചെരുപ്പാ പെടുന്നത്. നീരൊന്നും ഒട്ടുമില്ല. ചെരുപ്പിട്ടിട്ട് ഇഷ്ടപ്പെട്ടോ? നല്ല ചെരുപ്പാ, നല്ല സ്പോഞ്ചിയാ. അമ്മയുടെ കാലുവേദനയെ പറ്റി പലരും അപ്ഡേറ്റ് ചോദിക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ നടന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ട്. അത് പിന്നെ കാലുകൊണ്ട് നടക്കാതെ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ കാപ്പി ഇട്ടേട്ടോ, കഴിച്ചു തുടങ്ങിക്കോ. എനിക്ക് കാപ്പി. അമ്മയുടെ ഈ ഇഡലി നല്ല സൂപ്പർ ഇഡലിയാണ്. നല്ല പഞ്ഞിക്കട്ട പോലെയാണ് ഇരിക്കുന്നത്, അത്രയും സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെക്നിക്സൊക്കെ അമ്മ പലതവണ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും അത് പ്രത്യേകിച്ച് കറി ഒന്നും വേണ്ട കഴിക്കാൻ. ഇഡലി മീൻകറി എന്നാ ടേസ്റ്റാ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോമ്പിനേഷൻ ഇളക്കേണ്ടത്. കാപ്പി പലതരം പതപ്പിക്കാൻ. വാഴപ്പഴം വീട്ടിലുണ്ടാകുന്ന പഴം എന്താണേലും 100% പോയിസൺ ഫ്രീ ആണ്. നല്ല ടേസ്റ്റാട്ടോ ഈ ഇഡലി വിത്ത് മീൻകറി കോമ്പിനേഷൻ. സൂപ്പർ കോമ്പിനേഷൻ, ഒരു രക്ഷയില്ല. ദോശ വിത്ത് മീൻകറി, ഇഡലി വിത്ത് മീൻകറി അടിപൊളിയാ. മീൻകറി ഇതുപോലെ ആയിരിക്കണം. അതാണ് കാര്യം. അപ്പൊ അമ്മയുടെ വെപ്പിലുണ്ട് കാര്യം. അമ്മയ്ക്ക് ഇതിന്റെ കൂടെ ചമ്മന്തിയാണോ ട്രൈ ചെയ്യുന്നത്? സാമ്പാറാ ഇഷ്ടം. സാമ്പാർ. ഈ മീൻകറി ഒന്ന് ട്രൈ ചെയ്യണ്ടോ? വേണ്ട, ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, മീൻ അടുപ്പിച്ച് കൂട്ടിയാ കൊള്ളൂല്ല. എനിക്ക് ചാറ് പുളിയല്ലേ കൂട്ടാനോ? മീൻ ഉപയോഗിക്കാതെ ഇഡലി ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. വെജിറ്റേറിയൻ തന്നെ കോമ്പൈൻ ചെയ്യുന്നതാണ്. അതെ, പക്ഷെ എനിക്ക് കോമ്പിനേഷൻ വലിയ ഇഷ്ടം. നമ്മള് നെടുമ്പാശ്ശേരിയില് അവിടെയുള്ള ശരവണ അത്താണി, അതില് എത്ര ചട്നി അല്ലേ? കൊറേ ഉണ്ടായിരുന്നു. പുതിന ചട്നി നല്ലതാ. ഓണത്തിന് ശേഷം കൊറേ ദിവസങ്ങളായി നമ്മൾ അൺബോക്സിങ് ചെയ്തിട്ടില്ലേ? ഒരെണ്ണം ചെയ്തു തോന്നുന്നു. പിന്നെ കാലൊക്കെ ഇതായിട്ടിരുന്നോണ്ട് പിന്നെ അങ്ങനെ ഒരു ഓഫായിരുന്നു. ഇത് ഓണല്ലേ മൈക്ക്. അപ്പൊ ഇന്നിപ്പോ വെള്ളിയാഴ്ച 19 അല്ലേ? അതെ, സെപ്റ്റംബർ 19 വെള്ളി വൈകിട്ട് 7:30. അതെ അതെ അതെ, ഇത് ലേറ്റസ്റ്റാ. അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാം, കൊണ്ടുവന്നേക്കണ എന്നാന്നൊക്കെയുള്ള സംഗതികളൊന്ന് കാണിക്കാം. അതെ, ഓരോന്ന് എടുക്കട്ടെ എന്നാ. ഇന്നത്തെ നൈറ്റിയുടെ കളറ് നല്ല എനിക്ക് ഇഷ്ടമുള്ള കളറാണ്. നീ എടുത്ത തുണി ഏത്? ഇതിന്റെ തന്നെ ഒരു ബ്ലൂ ഉണ്ട് അവിടെ. ബ്ലൂ ഏത് ബ്ലൂവാ? സ്കൈ ബ്ലൂവിന്റെ മറ്റേ ബ്ലൂ അല്ലേ? ടർക്കോസ് ബ്ലൂ ആയിരിക്കും. ആ ബ്ലൂ ഡോട്ടാ മല്ലിയുടെ അടുത്ത് കിടക്കണത് തയ്ക്കാൻ. ഡോട്ട് നാളെ വിളിച്ചു ചോദിക്കണം റെഡി ആയോന്ന്. എനിക്ക് പക്ഷേ ഈ ട്യൂലിപ്പിന്റെ പർപ്പിൾ കളർ ഇച്ചിരി കൂടി ഇഷ്ടം. പർപ്പിൾ നല്ല നിറം, നല്ല നിറം. കളർ പോകുന്നുണ്ടോ ഇതിന്റെ? ഇല്ല, ഒട്ടും പോയില്ല. അത് വിലയുണ്ടെന്നൊരു തുണിക്ക്. വിലയുണ്ട്. 140 140 സംതിങ് ആന്ന് പറഞ്ഞ ഞാൻ ഓർക്കണ്ട. പെർ മീറ്റർ. അതെ 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 അതെ. ഒരുപാട് പേര് ചോദിക്കും സ്റ്റിച്ചിങ് ചാർജ്. ഇതെന്താ സ്റ്റിച്ചിങ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് 2-3 എണ്ണം കൊടുക്കും. അതെ. പിന്നെ സ്റ്റിച്ചിങ് ചാർജ് സ്പെഷ്യൽ അതിന്റെ പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്താ, ഇതിന്റെ ഫ്രണ്ട് വശവും ബാക്കി വശവും കഴുത്തിന്റെ ഇത്രയും ഭാഗം ബാക്കി സൈഡിലും ഫുൾ പുള്ളിക്കാരി തന്നെ തുണിയെടുത്ത് ലൈനിങ് ഇടും ഇതിന്. കാരണം പുള്ളിക്കാരത്തിന്റെ രീതി അത്. അപ്പൊ കഴുത്തിന്റെ ആ ഭാഗത്തിന് ഇച്ചിരി കട്ടി കിട്ടുകയും ചെയ്യും, പെട്ടെന്ന്
അലക്കുമ്പോഴൊക്കെ കീറുവോ ഇല്ല, അത് നല്ലതാ. അത്രയും അടിയിട്ടില്ല മോൾ ഇത്രയും ഭാഗം. പിന്നെ പൈപ്പിങ്ങിന്റെ തുണി പുള്ളിക്കാരിയാ വെക്കണത്. അപ്പൊ അതിനെ കറക്റ്റായിട്ട് അങ്ങനെ, അത് കാരണം അതിന്റെ എല്ലാം കൂടെ കൂട്ടിയാണ് റേറ്റ് പറയണത്. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇത്രയും മെറ്റീരിയലൊക്കെ പുള്ളിക്കാരി എടുക്കും. ലേസാ വെക്കണമെങ്കിൽ ലേസ് പുള്ളിക്കാരി എടുക്കും, ഞാൻ ഈ മെറ്റീരിയൽ മാത്രം അങ്ങ് കൊടുക്കുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ കാശ് കൂട്ടിയാണ് സ്റ്റിച്ചിങ് ചാർജ് മേടിക്കണം നമ്മളോട്. വർഷങ്ങളായിട്ട് തയ്ക്കുന്ന ആളാണ്. പിന്നെ പുറത്തേക്ക് അധികം അങ്ങനെ തയ്ച്ചു കൊടുക്കാറില്ല, കാരണം പുള്ളിക്കാരത്തേക്ക് ഈ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞേച്ച് ഒരു സമയം പോകാൻ വേണ്ടി ഇത് വളരെ ഇഷ്ടമുള്ള ഫീൽഡ് ആയതുകൊണ്ട് ചെയ്യണതാട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യം ഈ സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് മാത്രമായിരിക്കുമല്ലോ ഈ മെറ്റീരിയലിന്റെ അങ്ങോട്ട് എടുക്കാറുണ്ട്. അതാണ് പരിപാടി. എന്തോരം പുള്ളിക്കുറവനാ അപ്പൊ പുറത്തല്ലേ, കണ്ടമാനം വന്നിട്ടുണ്ട്. ഇന്നേ വരെ എനിക്ക് പുള്ളിക്കുറവന്റെ ഒരു കുറുകലെടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ വെളുപ്പാങ്കാലത്തൊക്കെ കൂണ്ട് അവിടെ അപ്പറേ അവര് പറയും വെളുപ്പാങ്കാലത്ത്. ഞാനും കേൾക്കാറുണ്ട് ചില ദിവസം. കൊറേ ചെറുത് വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നി മരങ്ങളെല്ലാം ഈ പൊങ്ങി നിക്കണോണ്ടാണ് ഈ പറമ്പിൽ ഇങ്ങനെ സന്ധ്യ ആകുമ്പോഴത്തേക്കും. ഒരു തവണയെങ്കിലും എനിക്ക് അതിന്റെ ശബ്ദം ഒന്ന് ഫോണിൽ എടുക്കുമ്പോ ഫോണൊക്കെ എടുത്ത് സെറ്റായി വരുമ്പോഴത്തേക്കും നിർത്തും. 4 തവണ അത് ആകെ കുറുകോളും. അതെ അല്ലേ, ഒരു പ്രത്യേക സൗണ്ട് അതിന്റെ. പണ്ടുള്ളവര് പറയാ അത്ര നല്ലതൊന്നല്ല. ഇവിടെ അമ്മച്ചി പറയൂ, ഞാൻ എന്റെ ചെറുപ്പം തൊട്ട് ഇത് കേൾക്കണതാണ്. പിന്നെ എന്നാ ചെയ്യണപ്പോ വന്നാ നമുക്ക് ഓടിക്കാൻ നിർത്തില്ല, രാത്രിയിലേ കൂണത്. അവരുടെ ആണല്ലോ ആവാസ സ്ഥലം ഇത്, അവിടെയല്ലേ നമ്മള് തിങ്ങി പാർക്കണേ. അത് പറഞ്ഞിട്ട് നമ്മുടെ സ്ഥലത്തല്ലേ അവര് വന്നേക്കണത്. ഇത് നല്ല കഥ, ഇത് നമ്മുടെ സ്ഥലാ. അവരല്ലേ ആദ്യം ഭൂമിയിൽ ഉണ്ടായത്. അവർക്ക് താമസിക്കാൻ ഒരു താവളം, അത്രേ ഉള്ളൂ. മരങ്ങൾ നിൽക്കണോണ്ട് അവരിവിടെ നമ്മൾ ശല്യം ചെയ്യണില്ല അവർക്ക് വേണ്ടി. അല്ലാണ്ട് അവരുടെ അധികാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഇത് അപ്പച്ചന്റെ തലമുറ കഴിഞ്ഞ് അപ്പക്ക് കിട്ടി, അപ്പന്റെ തലമുറ കഴിഞ്ഞ് നിന്റെ തലമുറ നിനക്ക്, അത് കഴിഞ്ഞ് അടുത്ത തലമുറ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും. അതാണ് പ്രോപ്പർട്ടി, ലാൻഡ് പ്രോപ്പർട്ടി. പക്ഷെ പക്ഷികളും മൃഗങ്ങളും ആദ്യം ഉണ്ടായത്, അത് കഴിഞ്ഞിട്ടല്ലേ മനുഷ്യരുണ്ടായത്. അതല്ല ഞാൻ പറഞ്ഞത്. അവരുടെ ഒരു ചോദ്യം പണ്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്. പക്ഷെ കോഴിയാണ് ആദ്യം ഉണ്ടായേ എന്നുള്ള രീതിയിലുള്ള സ്ഥിരീകരണങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ലാതെ അത് പറയണത് ശരിയല്ലല്ലോ. അപ്പൊ അതൊക്കെ പോട്ടെ, അതൊന്നും അതല്ല. കൊണ്ടുവന്ന സാധനങ്ങൾ എടുക്കുക കേട്ടോ, 1 by 1 ആയിട്ട്. അപ്പൊ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്, അത് മറുപടി പറയുക. നാളെ നമ്മുടെ ചെറുവില്ലയിലെ ചേച്ചിയില്ലേ, ഒരു ചോദ്യം അപ്പക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, മറുപടി കൊടുത്തോന്നറിയില്ല, മറന്നും പോയി ചോദ്യം വാട്സപ്പിൽ. അതൊരു നല്ലൊരു ചോദ്യമായിരുന്നു, മറന്നുപോയി. കാലുവേദനയായിട്ടിരുന്നോണ്ട് ശ്രദ്ധിച്ചില്ല. ഇത് അപ്പക്ക് കൊണ്ടുവന്നായിരിക്കുന്നു, എന്തെങ്കിലും തിന്നണോന്ന് പറഞ്ഞു. അല്ല, അപ്പ പറഞ്ഞ വെറുതെ ഇരിക്കുമ്പോ തിന്നാൻ ബ്ലാക്ക് ഡ്രൈ ഗ്രേപ്പ് തന്നെ വേണമെന്നാ പറഞ്ഞത്. അപ്പൊ വെറുതെ ഇരിക്കുമ്പോ ഇതൊക്കെയാ തരണേ, എന്തെങ്കിലും അല്ല, ബ്ലാക്ക് ഡ്രൈ ഗ്രേപ്പ് തന്നെ വേണമെന്നാ പറഞ്ഞേ. പണ്ട് അപ്പൊ ചെന്നൈ പോകുമ്പോ ഓർക്കണ്ടോ, ആ എന്തോ ഒരു ബസാറിൽ നിന്ന് മേടിച്ചോണ്ട് മറീന ബീച്ചിന്റെ അവിടെ നിന്ന് മേടിച്ചു, നല്ല ബ്ലാക്ക് ഉടുക്ക പോലെ ഇരിക്കുന്ന. ഇത് നല്ലതാ, കോവിലിനും നല്ലതാ, ബ്ലാക്ക് ഡ്രൈ ഗ്രേപ്സ്. എന്നാ വെറുതെ ഇരിക്കുമ്പോ തിന്നാം. ഇതെനിക്ക് സ്റ്റോക്ക് ചെയ്തിട്ടും തിന്നാ. ഇഞ്ചി പേസ്റ്റ്. ഇത് പിന്നെ നമ്മള് കാണാറുള്ളതാണ്, വാങ്ങിക്കാറുള്ളതാണ്. 300 ഗ്രാം ഉണ്ട് കേട്ടോ. ഉണ്ടോ? ആ കുഴപ്പമില്ല, കുപ്പിയിലിട്ടേച്ച് ബാക്കി ഡീപ് ഫ്രീസറിട്ട് വെച്ചേക്കാം, കുഴപ്പമില്ല. റോസ്റ്റഡ് പീനട്ട് കിട്ടി തവണ ലുലുല. എത്ര ഗ്രാമാ ഇത്? 1/2 കിലോ ആണെന്ന് തോന്നണം. അല്ല, 1/2 കിലോ അല്ല, 64 രൂപയാണ്. ഗ്രാം എത്രയാന്ന് നോക്കിയാരെ. എടുത്തോണ്ട് പോക്കോളാം പറയാതെ. 276 ഗ്രാം ആണോ? 64 രൂപ കേട്ടോ. സെമി റോസ്റ്റഡാ. സെമി അല്ലേ? സെമിയാ നമ്മള് മേടിക്കാറുള്ളത്, റോസ്റ്റഡ് അല്ല. ഇതെന്താടി? ഗ്രീൻ പീസ്. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളാ ഇതൊക്കെ. ഞാൻ ഈ പച്ചക്കറി വഴറ്റി തിന്നുമ്പോ ഇടയ്ക്ക് ഒരു മേമ്പൊടിക്ക് ഇടുന്ന സാധനങ്ങളാ. മനസ്സിലായി, അത് പ്രേക്ഷകർക്ക് അറിയായിരിക്കും. ഷുഗർ റോസ്റ്റഡ് പീനട്ട് ഇച്ചിരി നീക്കി വെച്ചോ. 2 പാക്കറ്റ് ആയിട്ട് എടുത്തായിരിക്കും. അത് നന്നായി. ഒരെണ്ണം പൊട്ടിച്ച് തീരുമ്പോ ഒരെണ്ണം എടുക്കാലോ. അത് 250 ഗ്രാം 61 ഇതിനാ, മറ്റേത് 64. അപ്പൊ രണ്ടും കൂടെ ചേർക്കുമ്പോ 1/2 കിലോ ആവുമായിരിക്കും. 1/2 കിലോ പീനട്ട് മിറ്റിയാ തിന്നണേ. അതും വെറുതെ ഇരിക്കുമ്പോ തിന്നാൻ. അത് ഒന്നിച്ചല്ലാട്ടോ തിന്നണത്, അതും പറഞ്ഞേക്കാം. ഇത് ബ്രോക്കലി. ബ്രോക്കലിക്ക് വില ഇച്ചിരി കുറഞ്ഞു.
അത് കാരണം ഞാൻ മേടിച്ചതാ. ഒരു കുഞ്ഞിന് 56 രൂപയായുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര വില, 600 ഒക്കെയാണ് 1 കിലോ അവിടെ വെച്ചിരുന്നത്. ഇപ്പൊ അത് 299 അപ്പൊ ഒരു കുഞ്ഞിത് മേടിച്ചപ്പോ വില കുറഞ്ഞു കിട്ടി. അത് ഞാൻ കത്രയും കൊണ്ട് പൊട്ടിക്കാം. അങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല, അതാ കത്രയും എടുത്ത് വെക്കായിരുന്നു, ഓർത്തില്ല. ഇത് ക്യാരറ്റ് അല്ലേ? ഇതൊക്കെ ഇവക്ക് വെജിറ്റബിൾ ഇതിന് വേണ്ടി എടുത്ത വെജിറ്റബിൾ വഴറ്റി കഴിക്കുമ്പോ കൂട്ടത്തിൽ ഇടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. കോൺ കോൺ അത് സ്ഥിരം ഞാൻ പോകുമ്പോ മേടിക്കും. മറ്റേ ഹരിക്കോട്ട് ബീൻസ് കോൺ അല്ലേ? ബില്ലുകൾ കുറെ ഉണ്ട് കേട്ടോ ഇതിലാ, ഇതിൽ കിടപ്പുണ്ട്. ഇതേ കോൺ സിംഗിൾ പാക്കറ്റും ഉണ്ടായിരുന്നു, ഡബിൾ പാക്കറ്റും ഉണ്ട്. മതി. സ്കിൻലെസ് ഇരിപ്പുണ്ട്, അതിന് വില കൂടുതലാ. അല്ല നമുക്ക് ഇത് അടർത്തി എടുക്കാലോ, അതിന് ബുദ്ധിമുട്ടില്ലല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ഇന്നത്തെ പർച്ചേസിങ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, മതിയൊന്നുമില്ല. എന്നാലും 100-400 രൂപയുടെ അടുത്ത് ഉണ്ട്. ഇത് വേണമെങ്കിൽ ഒന്ന് ആ കത്രിക എടുക്കുകയാണെങ്കിൽ അപ്പഴേ കത്രിക എടുക്കാൻ പറഞ്ഞു. 400+ റേറ്റ് ഉണ്ട് ടോട്ടൽ അല്ലേ? ബ്രോക്കലി കാണിക്കാനാ ഇന്ന് എടുക്കണില്ലല്ലോ. ബ്രോക്കലി ഇന്ന് എടുക്കാൻ സാധ്യത കുറവാ. വെജിറ്റബിൾ എടുക്കണുണ്ടോ അതറിയില്ല, കുറച്ച് കഴിയുമ്പോ എങ്ങനെയാണോ തോന്നണേ അതനുസരിച്ച്. കുഞ്ഞി ബ്രോക്കലി 56 രൂപയുള്ളൂ. അത് പിന്നെ കുഴപ്പമില്ല. പച്ചക്കറി വഴറ്റി കഴിക്കുമ്പോഴേ അതിന്റെ കൂടെ പച്ചക്കറി വഴറ്റി കഴിക്കുമ്പോഴേ അതിന്റെ കൂടെ ഇതും കൂടെ വഴറ്റാം, മനസ്സിലായി? അപ്പൊ നല്ല രസമായിരിക്കും. ഞാൻ എടുത്തു തരാം കുപ്പി. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ്. അപ്പൊ അധികം അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതൊക്കെ കുറവാണ്. അല്ല എന്നാലും ഉണ്ടല്ലോ, സാധനങ്ങളുണ്ട്. അതെ, അപ്പക്ക് വെറുതെ ഇരിക്കുമ്പോ തിന്നാനുള്ള അതിന് ഡപ്പ എടുത്ത് കൊടുക്കണം. പക്ഷെ അവിടുത്തെ ഡ്രൈ ഗ്രേപ്പ് നല്ല കേട്ടോ. അത് ലഹിക്കുപ്പി കൊള്ളൂലേ? കൊള്ളും. ലഹിക്കുപ്പി ഉണക്കിയതിരിപ്പുണ്ട്. മറ്റേത് പീനട്ട് പൊട്ടിക്കാൻ വേറെ കുപ്പി എടുത്ത് കൊടുക്കാം. അത് പൊട്ടിച്ചോ, മുന്തിരിങ്ങ പൊട്ടിച്ചോ, ഞാൻ കുപ്പി എടുത്തോണ്ട് വരാം. അപ്പൊ ആദ്യം പീനട്ടാണോ പൊട്ടിക്കുന്നത്? ഏത് വേണമെങ്കിലും പൊട്ടിച്ചോട്ടെ, അതും പീനട്ട് സെയിമാ. ഒരെണ്ണം പൊട്ടിച്ചോ, എന്നാന്ന് വെച്ചാൽ 2ആയിട്ട് പാക്ക് ചെയ്യിച്ചാ അപ്പൊ നല്ല കാര്യം. അതാ ഡപ്പയിൽ ഇടാലോ. അതെ അത് നല്ല കാര്യം. ഡ്രൈ ഗ്രേപ്പ് പൊട്ടിച്ചു വെക്കണോ? കുപ്പിയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അതെ, നോക്കട്ടെ, കയ്യിൽ കാണിച്ചിന്റെ പകുതി ഉള്ളൂ. നല്ല കുപ്പിയിലിടാം.